നമസ്കാരം. പ്രധാന വാർത്തകൾ. അനധികൃത എയർഹോൺ പരിശോധന. 2 ദിവസത്തിനിടെ പിടിവീണത് 390 വാഹനങ്ങൾക്ക്. വാഹനങ്ങളിലെ അനധികൃത എയർഹോണുകൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപക പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന പരിശോധനയിൽ 100 കണക്കിന് അനധികൃത എയർഹോണുകളാണ് MVD പിടിച്ചെടുത്തത്. 2 ദിവസത്തിനിടെ 390 വാഹനങ്ങൾക്കാണ് പിടിവീണത്. 5,18,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. പരിശോധന 19 വരെ തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇന്ന് രാത്രി അതീവ ജാഗ്രത. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 5ഇടത്ത് യെല്ലോ. സംസ്ഥാനത്ത് ഇന്ന് രാത്രി തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. മാതാവിന്റെ ആൺസുഹൃത്ത് അറസ്റ്റിൽ. എറണാകുളം പെരുമ്പാവൂരിലാണ് സംഭവം. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അമറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 23-നായിരുന്നു സംഭവം. കുട്ടിയുടെ മാതാവ് നാട്ടിൽ പോയിരുന്ന സമയത്തായിരുന്നു പീഡനം. പല ദിവസങ്ങളിലായി ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പെരുമ്പാവൂർ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാവേലിക്കരയിൽ ഭാര്യയെ തലക്കടിച്ച ഭർത്താവ് അറസ്റ്റിൽ. വീട് പണിക്കായി കടം വാങ്ങിവെച്ച പണം മദ്യപിക്കാൻ കൊടുക്കാത്തതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. മദ്യപിക്കാൻ പണം കൊടുക്കാത്ത ഭാര്യയെയും മകളെയും ഉപദ്രവിച്ച ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിയാർ സ്വദേശിയായ പള്ളിത്തെക്കതിൽ വീട്ടിൽ അഷ്റഫിനെയാണ് കുറത്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ PK മോഹിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. വീട് പണിക്കായി ഭാര്യ ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങി വെച്ചിരുന്ന പണം മദ്യപിക്കാൻ കൊടുക്കാത്തതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 2 കോടി രൂപയുടെ വജ്രം പിടികൂടി. എയർ ഏഷ്യ വിമാനത്തിൽ ബാങ്കോക്കിലേക്ക് പോകാനെത്തിയ മലപ്പുറം സ്വദേശിയുടെ പക്കൽ നിന്നുമാണ് DRI വജ്രം പിടികൂടിയത്. DRIയുടെ പരിശോധനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണവും കഞ്ചാവും ഒക്കെ പിടികൂടിയിരുന്നു. അതിനു പുറമെയാണ് ഇന്നിപ്പോൾ മലപ്പുറം സ്വദേശി ബാങ്കോക്കിലേക്ക് കടത്താൻ കൊണ്ടുവന്ന 2 കോടി രൂപയിലേറെ മൂല്യമുള്ള വജ്രം പിടികൂടിയത്. മൂല്യം കൃത്യമായി നിർണ്ണയിച്ചു വരികയാണ്. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DRI സംഘം കാത്തുനിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ പ്രത്യേക സാമ്പത്തിക അന്വേഷണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.